മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. തുമ്പികൾ അവ നമ്മുടെ ആവാസ വ്യവസ്ഥയെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെപ്പറ്റി നമുക്ക് എത്രത്തോളം അറിയാം. ഇങ്ങനെ തുമ്പികളെ പറ്റി വിശദമായ ഒരു പഠനം നടത്തിയ ഒരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തിരിക്കുകയാണ് ഇടുക്കി തൊടുപുഴ സ്വദേശി ജോർഡിൻ മാത്യു. ജോർഡിനാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. ഡ്രാഗൺ ഫ്ലൈ എന്നാണ് ഡോക്യുമെൻ്ററിയുടെ പേര്. അതെ. എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത്? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻ്ററി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനിടയായ സാഹചര്യം എന്ന് പറയുന്നത്, കോളേജിൻ്റെ അടുത്ത് വീട്ടിലെ കുട്ടി അനിയത്തിക്കുട്ടിക്ക് ഒരു തുമ്പിനെ പിടിച്ച് കൊടുക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനുള്ളൊരു ഇത് തുടങ്ങിയത്. പിന്നെ ഇതൊരു ഹോബി എന്നുള്ള രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം മനസ്സിലായി തുടങ്ങി. അങ്ങനെയാണ് ഈ ഡോക്യുമെൻ്ററി ഇടയായ സാഹചര്യം. എന്താണ് ഇതിന് ഒരു ഉള്ളടക്കമായി പറയുന്നത്? ഡോക്യുമെൻ്ററിയിലുടനീളം ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നമ്മുടെ മലയാളികളുടെ ബാലകാല സ്മരണകളിൽ ഏറ്റവും സജീവമായ സ്ഥാനമാണ് തുമ്പികൾക്കുള്ളത്. പക്ഷെ അത് നമ്മളൊരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രശസ്തി എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ളതിലാണ് ഈ ഡോക്യുമെൻ്ററിയിൽ ഉദ്ദേശിക്കുന്നത്. ഈ തുമ്പികൾ എന്നുള്ളത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ എത്രത്തോളമാണ് സ്വാധീനിക്കുന്നതെന്നാണ് ജോർഡിൻ നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായത്. ഏകദേശം ഒരു തുമ്പി ഒരു ദിനം തന്നെ 100-ൽ പരം കൊതുകുകളെ കഴിക്കുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ ഇത് ലാർവ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 30 പരം കൂത്താടികളെയാണ് കഴിക്കുന്നത്. കൂടാതെ തന്നെ ഇത് ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. സോ അതുകൊണ്ട് തന്നെ ശുദ്ധജലത്തിൻ്റെ എല്ലാം മലിനമാകുന്ന കാരണം തുമ്പികളുടെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പരിധിവരെ. ഏകദേശം എത്ര കാലം എടുത്തു ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്യാൻ? എന്തൊക്കെ കടമ്പകൾ കടന്നാണ് ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററിയിൽ എത്തിയിരിക്കുന്നത്? ഏകദേശം 3 വർഷത്തോളം ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു. വയനാട്, വാഗമണ്, കുമളി, തട്ടേക്കാട് എന്നിവിടങ്ങളിലാണ് കൂടുതലായിട്ടും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പല കാലഘട്ടങ്ങളും ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഇത് തുമ്പി മുട്ടയിടുന്നത് മുതൽ അത് ലാർവ സ്റ്റേജ്, മെച്യൂർ ഫ്ലൈ, പിന്നെ അതിൻ്റെ മേറ്റിങ് കാണിക്കുന്നുണ്ട്, ഈറ്റിങ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ തുമ്പികളുടെയൊക്കെ വിശദീകരണങ്ങളും അത് ഓരോ തുമ്പികളെ പറ്റിയും ആ ഡോക്യുമെൻ്ററിയിൽ വിശദമായി പറയുന്നുണ്ട്? എവിടെ നിന്നാണ് ഇതെല്ലാം ശേഖരിച്ചത്, ഈ വിവരങ്ങളെല്ലാം? ഇതിനെക്കുറിച്ച് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു. നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അധികം ഡീറ്റെയിൽസ് എനിക്ക് ആദ്യം കളക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാനിത് ഒരു റേഞ്ച് ഓഫീസർ സാറുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്നും ഈ തുമ്പികളെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന CJ കരൺ സാറിനെയും അബ്രഹാം സാമുവലിൻ്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഉണ്ടായി. അവർ രണ്ടുപേരും പ്രിഫർ ചെയ്ത ബുക്സിൽ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ ഈ തുമ്പികളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ചുള്ള എല്ലാം എനിക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഇടയായിരുന്നു. എന്താണ് ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഡോക്യുമെൻ്ററിയുടെ പാരിസ്ഥിതിക പ്രാധാന്യം എത്രത്തോളമാണ്? പാരിസ്ഥിതിക പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത്ര ഹെൽപ്പ് ചെയ്യുന്ന ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻസെക്റ്റ് ഇല്ലെങ്കിൽ പെസ്റ്റുകളെ, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു തുമ്പികളെ നമ്മളാരും മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ശുദ്ധജലത്തിൻ്റെ ലഭ്യതക്കുറവ് മൂലം ഇത് വംശനാശ ഭീഷണിയിലാണ്. നേരത്തെയൊക്കെ പാടങ്ങളൊക്കെ കൊയ്ത് കഴിയുമ്പോൾ ഇഷ്ടം പോലെ തുമ്പികൾ പറന്ന് കിടക്കുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടുമല്ല, ആ സമയത്ത് ഉണ്ടാകുന്ന ഇൻസെക്റ്റുകളെ അല്ലെങ്കിൽ പെസ്റ്റുകളെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ തുമ്പികൾ വരുന്നത്. ഇപ്പം അങ്ങനെയുള്ളത് വളരെ റെയറായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ഇനം തുമ്പികളെയാണ് ഈ ഡോക്യുമെൻ്ററിക്ക് അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ ഏകദേശം 78ഓളം തുമ്പികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യമേ ഫോട്ടോഗ്രാഫ്സ് ആയിരുന്നു എടുത്തു തുടങ്ങിയിരുന്നത്. ഫോട്ടോഗ്രാഫ്സ് കുറേ ശേഖരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ID, ഗ്രൂപ്പ് നെയിം, ഫാമിലി ഇതെല്ലാം മനസ്സിലായി തുടങ്ങി. പിന്നീട് ഇതിൻ്റെ ടെയിലിൽ ഒക്കെ ഓരോ വ്യത്യാസങ്ങളനുസരിച്ച് നമുക്കെല്ലാം മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു വിശദമായ ഒരു പഠനം നടത്തിയിട്ടാണോ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററിയിലേക്ക് നീങ്ങുന്നത്? തുമ്പികളെ കുറിച്ച് ഗവേഷണം നടത്തി അങ്ങനെയൊക്കെയാണോ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററിയിൽ എത്തുന്നത്?
ഞാൻ ആദ്യം തുടങ്ങിയത് ഹോബി എന്നുള്ള രീതിക്ക് തന്നെയാണ്. പിന്നീട് ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകൾ അത് മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാച്ച് ചെയ്ത് തുടങ്ങി. പിന്നെ ഇതിനെക്കുറിച്ച് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, ഇതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡോക്യുമെൻ്ററിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഡോക്യുമെൻ്ററി ചെയ്തേക്കുന്നത്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാക്രോ ഫോട്ടോഗ്രാഫി വളരെ കുറവാണ്. അത് ചെയ്യാൻ കാരണം തന്നെ മാക്രോ ലെൻസുകൾക്ക് വളരെ പ്രൈസ് കൂടുതലാണ്, ഏകദേശം 65,000 രൂപയോളം വരുന്നതാണ്. അപ്പം അത്രയും പ്രൈസ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം മുടക്കാനുള്ള പരിമിതി കാരണം, അങ്ങനെയുള്ള ഇത് കാരണമാണ് അധികം പേര് മാക്രോയിലേക്ക് വരാത്തത്. സോ അതിന് ഒരു പ്രതിവിധി എന്നുള്ളവണ്ണം ഞാനിത് റിവേഴ്സ് മാക്രോ ലെൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഡോക്യുമെൻ്ററി ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് ക്യാനോൺ 550D ആണ്, 80-135 ലെൻസാണ്. ഇത് റിവേഴ്സ് ലെൻസ് മെത്തേഡിലൂടെയാണ് ഞാൻ ഈ ഡോക്യുമെൻ്ററി ഫുള്ള് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഈ ഡോക്യുമെൻ്ററി ചിത്രീകരണത്തിൽ നേരിട്ടിട്ടുണ്ടോ? തീർച്ചയായും വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. ചില സമയത്താണെന്നുണ്ടെങ്കിലും ലൈറ്റിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു ട്രൈപോഡ് ഇല്ലാത്തതിൻ്റെ വിഷമം. ചില നേരത്തൊക്കെ നമുക്ക് നല്ല വിഷമം തോന്നാറുണ്ട്, കാരണം ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ഇല്ലാത്തതിൻ്റെ വിഷമങ്ങൾ. അതൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പലരുടെയും പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട്. അവർക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം, പക്ഷേ ഇതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിനായിട്ട് ഒരു സപ്പോർട്ടീവ് ആയിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനായിട്ടാണ് ഞാൻ എൻ്റെ ഈ ഡോക്യുമെൻ്ററി ചെയ്തിരിക്കുന്നത്. ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി വിഭാഗമാണ് തുമ്പികൾ എന്ന് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കാം അതിനൊരു കാരണമായിട്ട് ജോർഡിൻ കണക്കാക്കുന്നത്? ഇപ്പം നമ്മുടെ മനുഷ്യരുടെ കടന്നുകയറ്റം തന്നെയാണ് അതിനൊരു പ്രധാന പ്രശ്നം. അതിൻ്റെ ആവാസ വ്യവസ്ഥ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ശുദ്ധജലത്തിലാണ് ഇത് മുട്ടയിടുന്നത്. അതിൻ്റെ ലഭ്യതക്കുറവ് മൂലം ഇത് പെരുകാനുള്ളൊരു സാഹചര്യം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വയലുകളിലും മറ്റും അടിക്കുന്ന കീടനാശിനികൾ, അത് കാരണം തന്നെ വെള്ളം കൂടുതലായിട്ട് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് കാരണം അതിൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊതുകിൻ്റെ എണ്ണം അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ കൂടുകയാണ്. ഇത്തരത്തിൽ ഈ നമ്മുടെ ഇപ്പോൾ ഈ ഡ്രാഗൺ ഫ്ലൈ എന്നുള്ള ഈ ഡോക്യുമെൻ്ററിക്കകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന തുമ്പികളെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ടോ? തീർച്ചയായും 4-5ഓളം തുമ്പികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ ഇനി വരും കാലങ്ങളിൽ സ്കിമ്മർ ഫാമിലിയിൽപ്പെടുന്ന തന്നെ 5-6 ഇനങ്ങൾ ഇനി അന്യം നിന്ന് പോയേക്കാമെന്ന് കരുതുന്നു. കാരണം അതിൻ്റെ പണ്ടുണ്ടായിരുന്നതിൻ്റെ പാതി പോപ്പുലേഷനെ ഇപ്പോഴേ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവരുടെ നിലനിൽപ്പിനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ് ഒരു പഠനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്? എനിക്ക് തോന്നുന്നത് മാക്സിമം നല്ല ക്ലീൻ വാട്ടർ, അതുപോലെ തന്നെ ചെറിയ കുളങ്ങൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ചെയ്തു കൊടുക്കുക. നമ്മുടെ നാട്ടിൽ ഇത് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. പുറത്തെ ഇപ്പോൾ ജപ്പാനിൽ അല്ലെങ്കിൽ ചൈന അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ കുളങ്ങൾ, അതുപോലെ തന്നെ ഈ പെസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഡ്രാഗൺ ഫ്ലൈ ഈ ലാർവകളെ തന്നെ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഗവൺമെൻറ്. ഇത്തരത്തിൽ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന തുമ്പികൾ ഇവ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ, അതായത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് കരുതുന്നത്? ഇത് ദേശാടന കിളികളെ പോലെ തന്നെ ദേശാടനം നടത്തുന്ന തുമ്പികളുമുണ്ട്. ഇപ്പോൾ ഓണത്തുമ്പി തന്നെയാണെന്നുണ്ടെങ്കിലും 10,000-3000 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് നമ്മുടെ കേരളത്തിൽ എത്തുന്നത് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പരിഹസിച്ചിരിക്കാം. പക്ഷേ ശരിയായൊരു റീസൺ അതൊക്കെ തന്നെയാണ്. കാരണം ഇപ്പോൾ പക്ഷികൾ ദേശാടനം നടത്തുന്ന സമയത്താണെങ്കിലും അത് ഫുഡിന് വേണ്ടിയിട്ട് തുമ്പികളെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ 3000 കിലോമീറ്റർ ആണെങ്കിലും സഞ്ചരിക്കുന്ന അതിൻ്റെ ടെയിൽ ടിപ്പൊക്കെ വെച്ചിട്ട് കാറ്റിൽ നിന്നിട്ടാണ് മാക്സിമം അത് സഞ്ചരിക്കുന്നത്. ഒരു പ്രത്യേക സമയങ്ങളിൽ കേരളത്തിൽ വരുന്ന, ഇപ്പോൾ വേനൽക്കാലങ്ങളിൽ വരുന്ന തുമ്പികൾ അല്ലെങ്കിൽ വർഷക്കാലങ്ങളിൽ അങ്ങനെ വരുന്ന ഒരു വിഭാഗങ്ങളുണ്ടോ? ഉണ്ട് തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ ഓണത്തുമ്പികൾ, അത് ഓണക്കാലത്ത് മാത്രം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ആനത്തുമ്പി എത്തിപ്പെടുന്ന ആനാസ് ഗെറ്റാക്സസ് ആ ഗ്രൂപ്പിൽപ്പെടുന്ന ഫാമിലിയിലുള്ള തുമ്പികളും ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്.
ഇനി ഇപ്പോൾ ഈ ഡ്രാഗൺ ഫ്ലൈ എന്നുള്ളത് ഒരു പരിസ്ഥിതി പ്രാധാന്യമുള്ള ഡോക്യുമെൻ്ററിയാണ്. ഇനിയും ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രൊജക്റ്റുകളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്, തീർച്ചയായും. ഞാൻ ഈ ഡോക്യുമെൻ്ററി കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഒരു സോഷ്യൽ അവയർനെസ് ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒരു മിഥ്യാധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം. കാരണം നമുക്കൊരു തെറ്റായ ധാരണയുണ്ട്, കുഴിയാനയാണ് വളർന്ന് തുമ്പിയാകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് വേറൊരു ഇൻസെക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. തുമ്പി എന്ന് പറയുന്നത് ശരിക്കും വെള്ളത്തിൽ തന്നെയാണ് മുട്ടയിടുന്നത്. 18 ദിവസത്തോളം ലാർവ സ്റ്റേജിൽ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇത് പുറത്ത് വന്നിട്ടാണ് തുമ്പിയാകുന്നത്. സോ അങ്ങനെയുള്ള മിഥ്യാധാരണകളെല്ലാം മാറ്റണമെന്നാണ്, മാറി എന്താ പറയുക, ഇതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം മനസ്സിലാക്കി ആൾക്കാരിലേക്ക് ഒരു സോഷ്യൽ അവയർനെസ് എത്തിക്കാനാണ് ഞാൻ എൻ്റെ ഈ ഡോക്യുമെൻ്ററിയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇനി അടുത്തൊരു ഫ്യൂച്ചർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്? എന്തിനെക്കുറിച്ചുള്ള ഒരു പഠനമായിരിക്കും? എനിക്ക് ഈ തുമ്പികളെക്കുറിച്ച് തന്നെ എനിക്ക് നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. ഒരു വിഷ്വലി ഇച്ചിരി കൂടെ ഇമ്പാക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നല്ല എക്യുപ്മെൻറ്റ്സുകളും ഇച്ചിരി കൂടെ ടെക്നിക്കാലിറ്റി യൂസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണ് ഇവയുടെ നിലനിൽപ്പിനായിട്ട് ഇനി എന്താണ് പൊതുജനങ്ങളോട്, സമൂഹത്തോട് പറയാനുള്ളത്? നമ്മൾ ചുട്ടയിലെ ശീലം ചുടൽ വരെ എന്ന് പറയുന്ന പോലെ തന്നെ എന്താ പറയുക, സ്കൂളിലേക്കും അതുപോലെ കോളേജിലേക്കും ഇത് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം എൻ്റെ ഒരു 3 വർഷ കാലയളവ് അതുകൊണ്ട് ഞാൻ നടത്തിയ ചെറിയ പഠനങ്ങൾ, അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എങ്ങനെ യൂസ്ഫുള്ളായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അതുപോലെ തന്നെ അവർക്കുള്ളൊരു സോഷ്യൽ അവയർനെസ് വളർത്തുക, അതുപോലെ തന്നെ കാടിനെക്കുറിച്ച് ഇല്ലെങ്കിൽ തുമ്പികളെക്കുറിച്ച് ഉള്ളൊരു മിഥ്യാധാരണ മാറ്റുക, അവരിലേക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കൂടുതൽ നല്ല ഡോക്യുമെൻ്ററികൾ, കൂടുതൽ നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാൻ ജോർഡന് സാധിക്കട്ടെ. മോർണിംഗ് റിപ്പോർട്ടറിലെ അതിഥിയായതിന് വളരെയധികം നന്ദി. താങ്ക് യു. മോർണിംഗ് റിപ്പോർട്ടറിൽ ഇനിയൊരു ഇടവേള.